വാർത്തകൾ തുടരുന്നു. 2015 ജൂൺ 4 തൃശൂരിൽ വെച്ച് നടക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിലേക്കുള്ള ചികിത്സാ ധനസഹായ അപേക്ഷകളും സമർപ്പിക്കുന്നതിലേക്കായി യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനസേവന യാത്ര സംഘടിപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ദാസൻ ജനസേവന യാത്ര ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മൂന്നാമത്തെ ജനസമ്പർക്ക പരിപാടിയാണ് തൃശ്ശൂർ ജില്ലയിൽ വരുന്നത്. കഴിഞ്ഞ 2 ജനസമ്പർക്ക പരിപാടിയിലും അവശത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ അർഹതപ്പെട്ട അംഗീകാരം എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും ചികിത്സാ സഹായങ്ങളും ലഭിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ മാസം 17-ാം തീയതിയാണ് അവസാനമായി ഓൺലൈനിൽ കൂടെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ 8000 ചില്ലാനം അപേക്ഷകൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇനിയും ധാരാളം ഇപ്പോൾ കഴിഞ്ഞ എറണാകുളത്തെ ജനസമ്പർക്ക പരിപാടിയിലൊക്കെ 25,000-ഓളം വരുന്ന അപേക്ഷകളൊക്കെ ഉണ്ട്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VT സന്ദീപ്, MN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, KR രാമൻ, ഷൈൻ നാട്ടിക എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 5 തൃപ്രയാർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ധർണ നടത്തുമെന്ന് തൃപ്രയാർ SNDP സ്കൂളിൽ ചേർന്ന പൊതുയോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന ബിന്ദു പ്രദീപിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് KPCC മെമ്പർ ശിവൻ കണ്ണോളിയും മണ്ഡലം പ്രസിഡന്റ് MR രാജനും ചേർന്നു നൽകി. കൂടാതെ എല്ലാ വാർഡുകളിലും വിപുലമായ കുടുംബസംഗമ യോഗങ്ങൾ ചേരാനും യോഗത്തിൽ തീരുമാനമായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MR രാജൻ അധ്യക്ഷനായിരുന്നു. KPCC മെമ്പർ ശിവൻ കണ്ണോളി, VR വിജയൻ, അനിൽ പുളിക്കൽ, VD സന്ദീപ്, AN സിദ്ധപ്രസാദ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, KV സുകുമാരൻ, MV വിമൽകുമാർ, KP സുഗദാസ്, PSP നസീർ, ലിജി നിതിൻ, തങ്കമണി ത്രിവിക്രമൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം സൗത്ത് സ്വാമിത്തറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽക്കുടം എഴുന്നള്ളിപ്പ് നടന്നു. ഇതോടനുബന്ധിച്ച് സമൂഹ ഗണപതി ഹോമം, പഞ്ചവിംശതി കലശം, രുദ്രാഭിഷേകം, പാൽക്കുടം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വിവിധ താളമേളങ്ങൾ, ചിന്തുപാട്ട്, കാവടി എന്നിവ പാൽക്കുടം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെമ്മാലിൽ നാരായണൻകുട്ടി, ക്ഷേത്രം ശാന്തി സുമേഷ് വെളിയത്ത് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഹിന്ദുധർമ്മ പ്രകാശിനി സമാജം ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹവനം, അഭിഷേകങ്ങൾ, വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ്, പറവഴിപാടുകൾ, കാവടി വരവ്, കാഴ്ചശീവേലി, ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു.